അറിയത്തില്ല. നിങ്ങളുടെ പുഞ്ചിരിക്ക് ഇനി ഞങ്ങളുടെ കരുതൽ. അത്യാധുനിക സൗകര്യങ്ങളോടെ LQ ഡെന്റൽ ലോഞ്ച് കുളത്തുപുഴ ഗ്രാമപഞ്ചായത്തിന് എതിർവശം പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. പ്രഗത്ഭരായ ഡോക്ടർമാരുടെ സേവനവും മിതമായ നിരക്കിൽ മികച്ച ദന്തചികിത്സയും ഇനി കുളത്തൂപ്പുഴയിൽ. കഴിഞ്ഞ 2 ദിവസമായി മലയോര മേഖലയിൽ തോരാതെ പെയ്യുന്ന അതിതീവ്ര മഴയിൽ മലയോര മേഖലാ ഭീതിയിൽ. കുളത്തൂപ്പുഴ പഞ്ചായത്തിൽ 12 വീടുകളിൽ വെള്ളം കയറി. ആറ്റിന് കിഴക്കേക്കരയിൽ 6ഉം കല്ലുവട്ടാങ്കുഴി ആറ്റരികത്ത് 3ഉം ചോഴിയക്കോടും വിൽപ്പാലം പ്രദേശത്തെ 3 വീടുകളിലാണ് വെള്ളം കയറിയത്. ഇവരെ താൽക്കാലികമായി ബന്ധുവീടുകളിലേക്ക് മാറ്റിയിട്ടുണ്ട്. മഴ ശമനമില്ലാതെ തുടർന്നാൽ കല്ലുവട്ടാങ്കുഴി ഹയർ സെക്കൻഡറി സ്കൂളിൽ ഉൾപ്പെടെ ദുരിതാശ്വാസ ക്യാമ്പുകൾ തുറക്കുമെന്ന് അധികൃതർ വ്യക്തമാക്കി. കല്ലുവട്ടാങ്കുഴിയിൽ അതിവേഗമെത്തിയ മലവെള്ളം വീടുകളിൽ നിന്ന് സാധനങ്ങൾ പോലും മാറ്റുന്നതിന് മുമ്പ് വീടുകളിലേക്ക് ഇരച്ചു കയറുകയായിരുന്നു. പുറം ലോകത്തേക്കെത്താൻ നല്ലൊരു വഴി പോലുമില്ലാതെ വലിയ പ്രയാസമാണ് തങ്ങൾ അനുഭവിക്കുന്നതെന്ന് വീട്ടുകാർ പറയുന്നു. ഏകദേശം 4 മണിയോടുകൂടി വെള്ളം കയറാൻ തുടങ്ങിയപ്പം എല്ലാവരും ഉറക്കത്തിലായിരുന്നു, അറിഞ്ഞില്ല. അപ്പം അടുത്തുള്ളവർക്ക് പറഞ്ഞാണ് അറിഞ്ഞത്. ഓടി വന്ന് നോക്കിയപ്പം സിറ്റൗട്ടിൽ ഫുള്ളും വെള്ളമായി. സാധനം പറക്കാമെന്ന് വെച്ചാൽ സാധനം പറക്കി നമ്മൾ ഇറങ്ങി വെള്ളത്തിൽ കൂടെ ഇറങ്ങിപ്പോയത്. ഇടയ്ക്ക് ഒരു പാലമുണ്ട്, ആ തോട് മൊത്തം നിറഞ്ഞ് വെള്ളം മേലിൽ കവിഞ്ഞ്. അപ്പോൾ അതിനകത്ത് കൂടെയാണ് സാധനം പറക്കി അപ്പുറത്തൊരു വീട്ടിൽ കൊണ്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ അവിടെയും വെള്ളം കയറും. അവിടെ വെള്ളം കയറി കഴിഞ്ഞാൽ നമുക്ക് മേലോട്ട് കൊണ്ടുപോകാനുള്ള വഴിയില്ല. നമ്മൾ പിന്നെ എന്തായാലും സ്വല്പ നേരത്തേക്ക് നമ്മൾ വെച്ചിട്ടുണ്ടെന്നേ ഉള്ളൂ. പിന്നെ എന്നുള്ളത് വഴി കൊണ്ട് കയറാനുള്ള സൗകര്യം നമുക്കില്ല. റോട്ടിൽ നിന്ന് വണ്ടി ഇറങ്ങി വരാൻ പറ്റത്തില്ല. ഫോറസ്റ്റ് വഴിയായതുകൊണ്ട് നമുക്ക് വഴി തടസ്സപ്പെട്ട് കിടക്കുവാണ്. ഇപ്പോൾ 10-15 കുടുംബങ്ങളോളം ഉണ്ട്. ആ ഒരു 10 കുടുംബത്തിലോളം വെള്ളം കയറും. എല്ലാ വീട്ടിലും വെള്ളം കയറും. പക്ഷേ അകത്തില്ലെങ്കിലും ബാക്ക് സൈഡ് ഫുള്ളും വെള്ളം കയറും. ബാക്ക് സൈഡ് ഇടിഞ്ഞു പോയവരുണ്ട്. വീട് കംപ്ലീറ്റ് മുങ്ങിയാണ്ട് 3/4 ഭാഗത്തോളം മുങ്ങി. ഇനിയും വെള്ളം കയറാൻ ചാൻസ് ഉണ്ട്. തിരുവനന്തപുരം ചെങ്കോട്ട അന്തർ സംസ്ഥാന പാതയിൽ കല്ലുവട്ടാങ്കുഴി 30 അടി പാലത്തിൽ വെള്ളം കയറിയതോടെ ഉച്ചവരെ ഗതാഗതം പൂർണ്ണമായും സ്തംഭിച്ചു. KSRTC ബസ്സുകളും ചരക്ക് ലോറികളും ഉൾപ്പെടെ പാതയിൽ കുടുങ്ങി. പിന്നീട് പോലീസ് എത്തി വിവിധ ഇടറോഡുകളിലൂടെ ഗതാഗതം വഴിതിരിച്ചു വിടുകയായിരുന്നു. വിൽപ്പാലത്ത് വെള്ളം കയറിയ വീടുകൾക്ക് സാരമായ നാശനഷ്ടം സംഭവിച്ചിട്ടുണ്ട്. കല്ലുകുഴി ഭാഗത്ത് മണ്ണിടിച്ചിലുണ്ടായി. മരങ്ങൾ ഉൾപ്പെടെ നിലംപൊത്തി. കുളത്തുപുഴ KSRTC ബസ് ഡിപ്പോയിലും വെള്ളം കയറി. ഗ്യാരേജിലും റാമ്പിലും വെള്ളം കയറി. ഡിപ്പോയുടെ പകുതി ഭാഗത്തേക്ക് വെള്ളം എത്തിയതോടെ ബസ്സുകൾ ഇവിടെ നിന്നും മാറ്റി. ഡിപ്പോയിലേക്ക് വനം വകുപ്പിന്റെ അധീനതയിലുള്ള ഭൂമിയിൽ നിന്ന് കൂറ്റൻ മരം പിഴുതു വീണു. ഈ സമയം KSRTC ബസ്സുകൾ പുറത്തേക്ക് മാറ്റിയതിനാൽ കൂടുതൽ നാശനഷ്ടങ്ങൾ ഉണ്ടായില്ല. ദുരിത മേഖലകളിൽ MLA C. അജയപ്രസാദ് സന്ദർശിച്ചു. ബന്ധപ്പെട്ട വകുപ്പുകളെ ഏകോപിപ്പിച്ചുകൊണ്ട് ആവശ്യമായ നടപടികൾ സ്വീകരിച്ചതായി MLA പറഞ്ഞു. RDO വിളിച്ച് വിവരം പറഞ്ഞു. അടിയന്തരമായി ഈ സ്ഥലത്ത് എത്തിച്ചേരാൻ വേണ്ടി വില്ലേജ് ഓഫീസർ അതുപോലെ തഹസിൽദാരെല്ലാം വിളിച്ച് പറയാമെന്നുള്ള നിലയിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവരൊക്കെ എത്തേണ്ട സമയമായി വരുന്നു. പിന്നെ ഈ അറിഞ്ഞത് കുറച്ച് വീടുകൾ മുങ്ങിയതായിട്ട് കേട്ടു. അപ്പോൾ ആ വീടുകൾ മുങ്ങിയ സ്ഥലത്തോട്ട് പോവുകയാണ്. അങ്ങനെ വീടിൽ വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിന് പരിഹരിക്കാൻ ആവശ്യമായിട്ടുള്ള ഇടപെടൽ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകണം. അതിനാവശ്യമായിട്ടുള്ള ഇടപെടൽ നമുക്ക് നടത്താം. പിന്നെ ഇവിടെ വന്നപ്പോൾ സൂചിപ്പിച്ചതുപോലെ ഈ തുടർച്ചയായ മഴയും അതുപോലെ ഫോറസ്റ്റ് ചെയ്ത് ഉരുൾപൊട്ടലും ഒക്കെ വന്നു കഴിഞ്ഞാൽ ഏറ്റവും പെട്ടെന്ന് വെള്ളം കയറി മുങ്ങുന്ന പ്രദേശമാണ് ഇവിടെ. അപ്പോൾ അതിനെ തുടർന്ന് ഭാവിയിൽ അങ്ങനെ ഒരു മഴയോ അല്ലെങ്കിൽ ഇതുപോലെയുള്ള ബുദ്ധിമുട്ടുകളോ നേരിടേണ്ട സാഹചര്യം വന്നാൽ അതിനെ പ്രതിരോധിക്കത്തക്ക നിലയിലുള്ള റോഡ് സംവിധാനം വേണമെന്നാണ് ഇവിടെ പറയുന്നത്. കുറച്ച് ഉയരത്തിൽ അങ്ങനെയാണെങ്കിൽ നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടില്ലാതെ പോകാമെന്നുള്ള നിലയിലും പറയുന്നുണ്ട്. എന്തായാലും ശരി, അതൊക്കെ വിദഗ്ധരുമായിട്ടുള്ള ആളുകൾ പരിശോധിച്ച് PWD ഹൈവേ തുടങ്ങിയിട്ടുള്ള ആളുകൾ പരിശോധിച്ച് അതിനാവശ്യമായിട്ടുള്ള മാറ്റങ്ങൾ വരുത്തി ഇങ്ങനെയുള്ള വെള്ളപ്പൊക്ക കാലാവസ്ഥയിൽ കൂടുതൽ ബുദ്ധിമുട്ടുണ്ടാകാത്ത നിലയിലുള്ള ഇടപെടൽ നടത്താൻ നമുക്ക് അവരുമായിട്ടും കൂടെ ചർച്ച ചെയ്യാം. ഏക്കർ കണക്കിന് കൃഷിയിടങ്ങളും വെള്ളത്തിനടിയിലായിട്ടുണ്ട്. കല്ലടയാർ കരകവിഞ്ഞൊഴുകുന്നതിനാൽ തീരദേശത്തുള്ളവർ ജാഗ്രത പാലിക്കണമെന്ന നിർദ്ദേശവും അധികൃതർ നൽകിയിട്ടുണ്ട്. നാട്ടുവാർത്ത, കുളത്തൂപ്പുഴ. ജീവിതകാലം മുഴുവൻ കഷ്ടപ്പെട്ടുണ്ടാക്കിയ സമ്പാദ്യമ മക്കളെ
പെർമിറ്റും പേപ്പറുകളും ഓടി നടന്ന് ശരിയാക്കാൻ ഈ വയസ്സുകാലത്ത് എനിക്ക് വയ്യ. പണി നടക്കുന്നിടത്തെന്നും പോയി നിൽക്കാനും കഴിയില്ല. നിങ്ങളുടെ ഓരോ ആശങ്കകളും ഞങ്ങളുടേത് കൂടിയാണ്. SR ബിൽഡേഴ്സ്. പ്ലാൻ, പെർമിറ്റ്, മറ്റു പേപ്പർ വർക്കുകൾ അങ്ങനെയുള്ള എല്ലാ ഓട്ടങ്ങളും ഞങ്ങൾ ഏറ്റെടുക്കും. അതുമാത്രമല്ല, നിങ്ങളുടെ സ്വപ്ന വീട് ഉയരുന്നത് 24 മണിക്കൂറും സ്വന്തം ഫോണിലൂടെ ലൈവായി കാണാം. നിങ്ങൾ ഓടേണ്ട, നിങ്ങളുടെ സ്വപ്നം ഞങ്ങൾ സഫലമാക്കാം. SR ബിൽഡേഴ്സ് കംപ്ലീറ്റ് കൺസ്ട്രക്ഷൻ സൊല്യൂഷൻസ്. ഇന്ന് തന്നെ വിളിക്കൂ. നിങ്ങളുടെ സ്വപ്ന വീട് വിശ്വാസത്തോടെ നിർമ്മിക്കാം.